നമുക്ക് കോഴിക്കോടേക്ക് പോകാം. സലാം മുഹമ്മദ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, കോഴിക്കോട് ബീച്ചിലാണ് സാധാരണ ഈദ് നമസ്കാരങ്ങളൊക്കെ നടക്കാറുള്ളത്. ബീച്ചിൽ തന്നെയാണോ ഇക്കുറിയും? എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി? ഏത് സമയത്തോടു കൂടെ നമസ്കാരങ്ങളൊക്കെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒപ്പം ഈദ് മുബാറക്. 7:15 കൂടിയാണ് കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹിന് തുടക്കമാകുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കോഴിക്കോട് ബീച്ചിൽ സാധാരണ എല്ലാ വർഷവും ഇതുപോലെ പെരുന്നാൾ ഈദ്ഗാഹ് നടക്കാറുള്ളതാണ്. ഈ കോവിഡ് സമയത്താണ് നടക്കാതിരുന്നത്. ഈ സംയുക്ത ഈദ്ഗാഹ്, അതായത് വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ സംയുക്തമായാണ് ഈദ്ഗാഹ് നടക്കാറ്. ഇത്തവണ ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നത് ജമാഅത്ത് ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ ആണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കും, പ്രാർത്ഥനകളിലേക്ക് തന്നെ കടക്കും. ഇപ്പോൾ തക്ബീർ ധ്വനികൾ നോക്കിക്കൊണ്ട് ഈദ് ആഘോഷത്തിന് തുടക്കമായിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ ആളുകൾ എത്തി ഈദ്ഗാഹ്, അതായത് പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സാധാരണഗതിയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്നു വരാറുള്ള ഈദ് നമസ്കാരം, ഈദ്ഗാഹ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആളുകൾ വന്ന് ഈ ഈദ് നമസ്കാരത്തിന് തുടക്കമാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഖുതുബ പ്രഭാഷണം ഈദ് നമസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ, ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധ കൊതി, അതൊക്കെ തന്നെ വലിയ ഭീതി ആളുകൾക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ട് നമുക്കിത് ഈ സാധാരണ നമ്മൾ ദൃശ്യം കാണുന്ന പോലെ നിരവധി ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളെ പോലെ പെരുന്നാൾ ആഘോഷിക്കാനോ ആ രീതിയിലൊന്നും തന്നെ സാധിക്കാത്ത നിരവധി ആളുകൾ ലോകത്തുണ്ട്. അവരൊക്കെ തന്നെ യുദ്ധത്തിന്റെ ഭീതിയിലാണ്, യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരോടുള്ള ഐക്യദാർഢ്യപ്പെടൽ കൂടിയായിരിക്കും ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷം എന്നുള്ളത്. ഇന്നലെ തന്നെ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഷവാൽ പിറ ഉറപ്പിച്ച സമയത്ത് മുസ്ലിം സംഘടനാ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോടുള്ള ഐക്യദാർഢ്യപ്പെടലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെ ഈ പെരുന്നാൾ നമസ്കാരത്തിന്റെയും അതോടൊപ്പം മറ്റു ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളുടെയും ഭാഗമായി ഉണ്ടാകണമെന്നുള്ളൊരു ആഹ്വാനം ഇന്നലെ മുസ്ലിം സംഘടനാ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാനും അദ്ദേഹത്തിന്റെ പെരുന്നാൾ സന്ദേശത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഖുതുബ പ്രഭാഷണമായിരിക്കും ഉണ്ടാവുക. അതിന് അല്പസമയത്തിനുള്ളിൽ തന്നെ തുടക്കമാകും. ഇപ്പോൾ അമീർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഈദ്ഗാഹിന് ആളുകൾ, സംഘാടകർ വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നേരത്തെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ ട്രാഫിക്, സാധാരണഗതിയിൽ കോഴിക്കോട് ബീച്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടി ഉണ്ടായാൽ വലിയ തരത്തിൽ ട്രാഫിക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ നിയന്ത്രിച്ച് വാഹനങ്ങൾക്കൊക്കെ തന്നെ മറ്റൊരു സ്ഥലത്ത് പാർക്കിങ്ങിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി ഈ ആളുകൾക്ക് അനായാസം ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള മറ്റു സജ്ജീകരണങ്ങളും ഏർപ്പാടുകളൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള തക്ബീർ ധ്വനികളും അതോടൊപ്പം തന്നെ മറ്റു പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ഖുതുബ പ്രഭാഷണത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആളുകളൊക്കെ തന്നെ ബീച്ചിൽ ഒരുക്കിയിട്ടുള്ള സ്ഥലത്ത്, പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രാർത്ഥനകളിൽ ഒഴുകിയിരിക്കുകയാണ്. അവർ ഇവിടെ നമസ്കരിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെയുള്ള നമസ്കാരവും അതോടൊപ്പം തന്നെ ഖുതുബ പ്രഭാഷണവും ഒക്കെ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.